വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു. കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു. ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്, കരുളായി. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിൽ 64.54% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 9% പോളിംഗ് കുറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.48% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അത് 64.54% കുറഞ്ഞു. 2019 80.27% എന്ന ഉയർന്ന പോളിംഗിൽ നിന്നാണ് തുടർന്ന് വന്ന 2 തിരഞ്ഞെടുപ്പുകളിലായി 16% കുറഞ്ഞത്. രാവിലെ തന്നെ മന്ദഗതിയിലാണ് പോളിംഗ് തുടങ്ങിയത്. കനത്ത പോളിംഗ് നടക്കുന്ന ബൂത്തുകളിൽ പോലും രാവിലെ പോളിംഗ് കുറവായിരുന്നു. ആദ്യ 4 മണിക്കൂറിൽ 20% പോളിംഗ്. എന്നാൽ ഉച്ചയ്ക്ക് മുമ്പ് 35%-ലെത്തി. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് മന്ദഗതിയിലാണ് നീങ്ങുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം പോളിംഗിൽ ആവേശം കുറവാണ്. നിലമ്പൂരിൽ 61.62%, വണ്ടൂരിൽ 64.3%, ഏറനാട് 69.39% പോളിംഗ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ 3 കുറഞ്ഞു. നിലമ്പൂരിൽ 70.9%, വണ്ടൂരിൽ 73.17%, ഏറനാട് 76.11% കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പോളിംഗ്. അതേസമയം പോളിംഗിലെ കുറവ് തങ്ങൾക്ക് അനുകൂലമാവുമെന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം സുനിശ്ചിതമായതിനാൽ എതിർ പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്തില്ലെന്നാണ് UDF വിലയിരുത്തൽ. എന്നാൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ വിജയിച്ച് വയനാടിനെ ഒഴിവാക്കി ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതിൽ UDF പ്രവർത്തകർക്കുള്ള അമർഷമാണ് പോളിംഗ് കുറയാനിടയാക്കിയതെന്ന് LDFും വിലയിരുത്തുന്നു. പോളിംഗിലെ കുറവ് ബാധിക്കില്ലെന്ന് NDAയും അഭിപ്രായപ്പെടുന്നു. അതേസമയം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും ക്രമസമാധാന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമരമ്പലം പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനാൽ അല്പസമയം പോളിംഗ് മുടങ്ങി. വഴിക്കടവ് പഞ്ചായത്തിലെ കാഞ്ഞിരത്തിങ്ങൽ മദ്രസയിലെ 7-ാം നമ്പർ ബൂത്തിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പകരം ആളെ വെച്ച് പോളിംഗ് തുടർന്നു. മണ്ഡലത്തിലെ പ്രമുഖ വോട്ടർമാരെല്ലാം വോട്ട് രേഖപ്പെടുത്തി. PV അബ്ദുൽ വഹാബ് MP രാവിലെ 7 മണിയോടെ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് നിലമ്പൂർ മാങ്കുത്ത് GLP സ്കൂളിലെ ബൂത്തിൽ ഉച്ചയ്ക്ക് 1:30 വോട്ട് രേഖപ്പെടുത്തി. മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ഭാര്യ മറിയുമ്മ, മകനും KPCC ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൌക്കത്തിന്റെ ഭാര്യ മുംതാസ് കെ ബീഗം എന്നിവർ ഒന്നിച്ചാണ് രാവിലെ 8:30 നിലമ്പൂർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് UP സ്കൂളിലെ 144-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Teddy Baby Diaper and Pants made for Indian baby body type.